1849 ഏപ്രിൽ 23-ന് സാർ ചക്രവർത്തിക്കെതിരെ കലാപത്തിന് ശ്രമിച്ചെന്ന പേരിൽ ഒരു 21 വയസ്സുകാരൻ അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. രാജ്യദ്രോഹ കുറ്റം ചാർത്തി അയാളെ പരസ്യമായി വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടുന്നു. തോക്കിനു മുമ്പിൽ തൻ്റെ അവസാന നിമിഷം കാത്തുനിൽക്കുന്ന നേരത്താണ് അയാളെ തേടി വധശിക്ഷ ജയിൽ ശിക്ഷയായി ഇളവ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവെത്തുന്നത്. മരണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട അയാൾ നാട്ടിൽ തിരിച്ചെത്തി പിന്നീട് പുസ്തകങ്ങൾ എഴുതി തുടങ്ങുകയാണ്. മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥാന്തരങ്ങളെ ഇഴകീറി പരിശോധിക്കുന്ന എഴുത്തുകളായിരുന്നു അയാളുടേത്. പീഡാനുഭവങ്ങളിലൂടെ വിശദീകരിക്കപ്പെടുന്ന അയാളുടെ കഥാപാത്രങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച വായനക്കാർ അയാളെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള എഴുത്തുകാരൻ എന്ന് വിളിച്ചു. എഴുത്തുപോലെ തന്നെ ചൂതാട്ടത്തിലും ഉന്മാദിയായിരുന്നു അയാൾ. കയ്യിലുള്ള പണം മുഴുവൻ ചൂതാട്ടക്കളത്തിൽ നഷ്ടപ്പെടുത്തി ഒടുവിൽ മദ്യശാലയിൽ അഭയം പ്രാപിക്കുമായിരുന്നു. പറഞ്ഞു വന്നത് മറ്റാരെക്കുറിച്ചുമല്ല, റഷ്യൻ സാഹിത്യകാരനായ ഫയദോർ ദസ്തയേവ്സ്കിയെക്കുറിച്ചാണ്. ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെ ആഴത്തിലറിഞ്ഞുകൊണ്ട് മലയാളത്തിൽ എഴുതപ്പെട്ട നോവലാണ് പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ. യഥാർത്ഥത്തിൽ ഇതൊരു പ്രണയ നോവലാണ്. ദസ്തയേവ്സ്കിയുടെയും അന്നയുടെയും പ്രണയത്തിൻ്റെ കഥയാണിതിൽ. അലക്ഷ്യമായ ജീവിതം നയിച്ചു വന്ന ദസ്തയേവ്സ്കി തൻ്റെ ചൂതാട്ടക്കാരൻ എന്ന പുസ്തകത്തിൻ്റെ രചനാവേളയിൽ കേട്ടെഴുതാനെത്തിയ അന്നയുമായി പ്രണയത്തിലാവുകയാണ്. പുസ്തകത്തിൽ ദസ്തയേവ്സ്കി അന്നയുമായി നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. കുറേ നാൾ മുമ്പാണ് ഞാൻ എൻ്റെ ഹൃദയം പൂട്ടി അതിൻ്റെ താക്കോൽ എവിടെയോ വലിച്ചെറിഞ്ഞു. ഇപ്പോൾ ഓർക്കുന്നില്ല അതെവിടെയാണെന്ന്. എവിടെയെങ്കിലും കിടന്ന് നിനക്ക് കിട്ടിയോ അത്? എൻ്റെ ഹൃദയത്തിൻ്റെ താക്കോലും കൊണ്ടാണോ നീ വന്നിരിക്കുന്നത്? പ്രണയത്തിലാകുമ്പോൾ ദസ്തയേവ്സ്കി അന്നയോട് ചോദിക്കുന്ന ഈ ചോദ്യം പോലെ തന്നെ വായനക്കാരുടെ ഹൃദയം തുറക്കുന്ന ഒരു താക്കോലായി മാറുകയാണ് ഈ പുസ്തകവും. മനുഷ്യനെന്ന മഹാരഹസ്യത്തിൻ്റെ അർത്ഥം തിരഞ്ഞ ആ എഴുത്തുകാരൻ്റെ ജീവിതത്തെയും അയാളുടെ പ്രണയത്തെയും ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ.